നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമൂഹത്തെക്കുറിച്ചും അതിലെ വിവിധങ്ങളായ ആശയങ്ങളെക്കുറിച്ചുമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങളെയും സമൂഹശാസ്ത്രം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ പാഠം നമ്മളെ സഹായിക്കും. എന്താണ് സമൂഹശാസ്ത്രം? സമൂഹവും വ്യക്തിയും തമ്മിലുള്ള ബന്ധം പഠിക്കുക എന്നതാണ് സമൂഹശാസ്ത്രത്തിന്റെ പ്രധാന ചുമതല. നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരല്ല, മറിച്ച് കുടുംബം, ഗോത്രം, ജാതി, കുലം എന്നിങ്ങനെയുള്ള കൂട്ടായ്മകളുടെ ഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ വ്യക്തികളെ രൂപപ്പെടുത്തുന്ന വ്യത്യസ്തങ്ങളായ സംഘങ്ങൾ, സാമൂഹിക നിയന്ത്രണ രീതികൾ, പദവി, പങ്ക് എന്നിവയെക്കുറിച്ച് നമ്മൾ പഠിക്കും. പദങ്ങളുടെയും സങ്കല്പങ്ങളുടെയും പ്രാധാന്യം. നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല വാക്കുകളും സമൂഹശാസ്ത്രത്തിൽ വ്യത്യസ്തമായ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, കുടുംബം എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ സാധാരണ ധാരണയിൽ നിന്ന് വ്യത്യസ്തമായ വിശദീകരണമാണ് സമൂഹശാസ്ത്രത്തിൽ അതിനുള്ളത്. അതുപോലെ പങ്ക് അല്ലെങ്കിൽ റൂൾ തുടങ്ങിയ വാക്കുകളും സമൂഹശാസ്ത്രത്തിൽ പ്രത്യേക അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. സാമൂഹിക സംഘങ്ങൾ. സമൂഹശാസ്ത്രം മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. എല്ലാ സമൂഹങ്ങളിലും സംഘജീവിതം നിലനിൽക്കുന്നു. എന്നാൽ ആളുകൾ ഒത്തുകൂടുന്ന എല്ലാ കൂട്ടങ്ങളും സാമൂഹിക സംഘങ്ങളല്ല. ഉദാഹരണത്തിന്, റെയിൽവേ സ്റ്റേഷനിലോ തിയേറ്ററുകളിലോ കാണുന്ന ജനക്കൂട്ടം ഒരുമിച്ചു ചേർന്നവർ മാത്രമാണ്, അതായത് അഗ്രഗേറ്റ്സ്. അവർക്ക് പരസ്പരം ഒരു നിശ്ചിത ബന്ധമില്ല. എന്നാൽ ഒരു സാമൂഹിക സംഘത്തിന് ചില പ്രത്യേകതകളുണ്ട്. തുടർച്ചയായ പരസ്പര ബന്ധമുണ്ടായിരിക്കും. ഞങ്ങൾ എന്നൊരു ബോധം അംഗങ്ങൾക്കിടയിലുണ്ടായിരിക്കും. പൊതുവായ താൽപ്പര്യങ്ങളും മൂല്യങ്ങളും ഉണ്ടായിരിക്കും. വ്യക്തമായ ഒരു ഘടനയുണ്ടായിരിക്കും. വിവിധതരം സംഘങ്ങൾ. സമൂഹശാസ്ത്രജ്ഞർ സംഘങ്ങളെ പലതായി തരംതിരിച്ചിട്ടുണ്ട്. 1. പ്രാഥമിക സംഘങ്ങൾ. ചെറുതും വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്നതും മുഖാമുഖം ബന്ധമുള്ളതുമായ സംഘങ്ങളാണിവ. കുടുംബം, ഗ്രാമം, സുഹൃത്ത് സംഘങ്ങൾ എന്നിവ ഇതിനുദാഹരണമാണ്. ദ്വിതീയ സംഘങ്ങൾ. വലുതും ഔപചാരിക ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ സംഘങ്ങളാണിവ. ഇവിടെ ലക്ഷ്യങ്ങൾക്കാണ് പ്രാധാന്യം. സ്കൂളുകൾ, ഗവൺമെന്റ് ഓഫീസുകൾ, ആശുപത്രികൾ എന്നിവ ഉദാഹരണങ്ങളാണ്. അംഗസംഘങ്ങൾ. ഞങ്ങളെന്ന ബോധം ശക്തമായി നിലനിൽക്കുന്ന സംഘങ്ങളാണിവ. അവർ എന്നൊരു വേർതിരിവ് ഇവർ സൃഷ്ടിക്കുന്നു. അംഗേതര സംഘങ്ങൾ, ഔട്ട് ഗ്രൂപ്പ്സ്. ഇവ ഞങ്ങൾ ഉൾപ്പെടാത്ത സംഘങ്ങളാണ്. അംഗേതര സംഘത്തിലെ ആളുകളോട് പലപ്പോഴും ശത്രുതയും അകൽച്ചയും ഉണ്ടാവാറുണ്ട്. സൂചിത സംഘം, അതായത് റെഫറൻസ് ഗ്രൂപ്പ്. നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്ന സംഘങ്ങളാണിവ. കൊളോണിയൽ കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ മധ്യവർഗത്തിന് ഒരു സൂചിത സംഘമായിരുന്നു. സമസംഘം, അതായത് പിയർ ഗ്രൂപ്പ്. ഒരേ പ്രായത്തിലുള്ളവരും ഒരേ തൊഴിലിലേർപ്പെടുന്നവരുമായ ആളുകളുടെ സംഘങ്ങളാണിവ. ഈ സംഘങ്ങൾ വ്യക്തികളുടെ പെരുമാറ്റത്തെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കാറുണ്ട്. സാമൂഹിക ശ്രേണീകരണം. സമൂഹത്തിലെ വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കിടയിലുള്ള അസമത്വങ്ങളെയാണ് സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നത്. സമൂഹത്തിലെ വിഭവങ്ങളും അധികാരവും അസമമായി വിതരണം ചെയ്യപ്പെടുന്ന ഒരു വ്യവസ്ഥയാണ് ഇത്. ചരിത്രപരമായി 4 തരം ശ്രേണീകരണ സംവിധാനങ്ങളാണ് ഉണ്ടായിരുന്നത്: അടിമത്തം, ജാതി, എസ്റ്റേറ്റ്, വർഗം എന്നിവ. ജാതി, വർഗം. ജാതി വ്യവസ്ഥയിൽ വ്യക്തിയുടെ സാമൂഹിക പദവി നിർണ്ണയിക്കുന്നത് ജന്മം കൊണ്ടാണ്. ഒരു വ്യക്തി സ്വന്തമായി നേടുന്ന കഴിവുകൾക്കിവിടെ വലിയ പ്രാധാന്യമില്ല. ശുദ്ധി, അശുദ്ധി എന്നീ ആശയങ്ങളാണ് ജാതി വ്യവസ്ഥയിൽ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. എന്നാൽ വർഗസമ്പ്രദായത്തിൽ ജന്മത്തിന് വലിയ പ്രാധാന്യമില്ല. വ്യക്തിയുടെ കഴിവും അധ്വാനവുമാണ് ഇവിടെ പദവി നിർണ്ണയിക്കുന്നത്. ഉൽപാദന പ്രക്രിയയിൽ ഒരു വ്യക്തിക്കുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കി കാൾ മാർക്സ് വർഗത്തെ വിശദീകരിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വിഷയങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം.